പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 700 റാലികൾ നടത്തിയിട്ടുണ്ട്. 33 ഇൻ്റർവ്യൂകൾ ഏകദേശം കൊടുത്തിട്ടുണ്ട്. 33 മുതൽ 40 ഇൻ്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് ഈ ഇൻ്റർവ്യൂസിലും റാലീസിലും മോദി 2-3 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുന്ന വികസനം, താൻ നടത്തിയ വികസനത്തിൻ്റെ കാര്യങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി ഇവിടെ അവതരിപ്പിക്കുന്ന ആംഗിളുണ്ട്. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 5 മിനിറ്റിലാണ് നരേന്ദ്രമോദി കോൺഗ്രസ്സുകാരുടെ മുസ്ലിം പ്രീണനവും വിഘടനവാദ രാഷ്ട്രീയവും ഒക്കെ പറയുന്നത്. അത് മാത്രം എടുത്തുകൊണ്ട് കണ്ടോ, ഇന്ത്യൻ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം തുപ്പുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ ദൈവമാണെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അടർത്തി മാറ്റി എടുത്തുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ പണ്ടൊരു ട്രോള് വായിച്ചിട്ടുള്ളത്, മമ്മൂക്കയെക്കുറിച്ച് പൃഥ്വിരാജിനോട് അഭിപ്രായം ചോദിക്കും, എങ്ങനെയുണ്ട് മമ്മൂക്കാൻ ചോദിക്കും. പൃഥ്വിരാജ് പറയും അഭിനയം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഭ്രാന്താണെന്ന് പറയും. അടുത്ത ദിവസം പത്രത്തിൽ വാർത്തകന്മാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ഭ്രാന്തെന്ന് പൃഥ്വിരാജ്. അതുപോലെയാണ് സത്യം പറഞ്ഞ ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായി. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ സിനിമ ഇറങ്ങിയ ശേഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അത് വലിയ രീതിയിൽ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ കാര്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാൽ സത്യമാണ് എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമുണ്ട്. മഹാത്മാഗാന്ധിയെ കോൺഗ്രസ് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി എന്ന് പറയുന്ന പേരെടുത്ത് കോൺഗ്രസ് തങ്ങളുടെ കൂടെ ഇട്ടിട്ട് രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാനാണ് കോൺഗ്രസ് കൂടെ നിന്ന് എന്ന അഭിപ്രായക്കാരൻ ഞാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിയെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തതും ഗാന്ധിയെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ ഗാന്ധി ഇതാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളുടെ, ഉദാഹരണം സ്വച്ഛ് ഭാരത്, ഗൂഗിൾ വരെ മഹാത്മാഗാന്ധിയുടെ കണ്ണാടി ആ സമയത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അതുവരെ കാണിച്ചത് നരേന്ദ്രമോദിയാണെന്നാണ് എൻ്റെ പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിയെ കോൺഗ്രസ് മാർക്കറ്റ് ചെയ്യാത്ത ഗാന്ധിയെ നരേന്ദ്രമോദി മാർക്കറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് എന്താണ് ഇത്ര വിരോധമുണ്ട്? ഇതിനകത്ത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെ പലപ്പോഴും, അത് ആദ്യകാല പ്രസംഗങ്ങൾ മുതൽ കരുതിക്കൂട്ടി തെറ്റായ വഴിയിലൂടെ തിരിച്ചുവിടുന്ന ഒരു പ്രവണത, അത് ഭാഷ മനസ്സിലാകാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് അവർ തന്നെ ചിന്തിക്കും. മനഃപൂർവ്വം ചെയ്യാനേ വഴിയുള്ളൂ. കാരണം 15 ലക്ഷം മുതൽ തുടങ്ങിയതാണ് ഈ സംഭവം. അതാണ് അന്നത്തെ പ്രസംഗം പോലും ഇന്നും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അറിയാനിട്ടല്ല. കേരളത്തിലേക്ക് അദ്ദേഹം വന്നിട്ട് 2 സംഖ്യയിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ 2 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞേക്കും. അതിനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് വാസ്തവത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു മറ്റൊരു വഴിയിൽ കൂടി തിരിച്ചുവിടുന്ന പ്രവണത ഓൾറെഡി ഈസ് ദെയർ, അവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോഴും ഇപ്പോൾ ധനുഷ് പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ ഗാന്ധിജിയെ മനഃപൂർവ്വം എന്ന് പുറത്ത് കാണാത്ത രീതിയിൽ, അറിയാത്ത രീതിയിൽ, പക്ഷെ മറ്റു പലരെയും മാർക്കറ്റ് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത കോൺഗ്രസിന് ഉണ്ടായിരുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഗാന്ധിക്ക് ഒരു ഇടിവ് കോൺഗ്രസിൻ്റെ മാറി വന്ന സർക്കാരുകൾ അത് വേണ്ടാവണ്ണം ചെയ്തിട്ടില്ല. മാർക്കറ്റ് ചെയ്ത് മറ്റു പല കാര്യങ്ങളെയും ഒക്കെയാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള പലരുടെയും പേരുകൾ പല സ്ഥാപനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇട്ടുകൊണ്ടാണ്, സ്ഥാപനങ്ങൾക്ക്, റെയിൽവേ സ്റ്റേഷനുകൾക്ക്, വള്ളം കളിക്ക് എല്ലാം. അപ്പൊ പരമാവധി അങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അതിനിടയിൽ പെട്ടിട്ടാണ് പോകുന്നത്. സത്യത്തിൽ ഈ സ്വച്ഛ ഹി സേവാഹി എന്ന് പറഞ്ഞ ലോകത്തെ പഠിപ്പിച്ച ശുചിത്വത്തിന് അതും മഹാത്മാഗാന്ധിയുടെ എഴുത്തുകൾ വായിക്കുക. അദ്ദേഹം പറഞ്ഞതും എഴുതിയതും ഒരു ജന്മം കൊണ്ട് ഇത്രയും പറയാനും എഴുതാനും സാധിക്കുമോ എന്ന്. അതുകൊണ്ടുള്ള ഗാന്ധി ഒരു വ്യക്തിയല്ല വാസ്തവത്തിലത്. അത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഒരു അദൃശ്യമായ ശക്തി തന്നെയാണ്. അപ്പോൾ ആ ശക്തിയെ എഴുത്താൻ ഒരു കാരണവശാലും മോദി ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ എന്നോട് പറയുകയാണ്, എൻ്റെ പടം ഞാൻ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ജന്മം കൊണ്ട് എനിക്ക് നടക്കില്ല. പക്ഷേ ഒരു ചിത്രകാരനാകേണ്ട ആവശ്യം പോലുമില്ല. ഗാന്ധിയുടെ പടം ആർക്കും എപ്പോഴും വരയ്ക്കാം. അത്ര ഹൃദയസ്ഥമാണ്. ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം അവന് മഹാത്മാഗാന്ധിയുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമാണ്, ലോകത്ത് അത്ഭുതകരമായ ഒരു വ്യക്തിപ്രഭാവമാണ് വാസ്തവത്തിൽ ഗാന്ധിജി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അഭിപ്രായങ്ങളോട് എതിർപ്പുകൾ കൊണ്ടാകാം, സ്വാഭാവികമാണത്, അങ്ങനെ തന്നെ വേണം തന്നെ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പ്രാക്ടീസ് ചെയ്തിട്ട് പോയ മനുഷ്യനാണ്, നമ്മളെപ്പോലെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ സ്വച്ഛ ഹി സേവ എന്ന് പറഞ്ഞത്, അപ്പോൾ സർവീസ്, അപ്പോൾ 2-3 കാര്യങ്ങളിൽ ഗാന്ധി വല്ലാതെ ഊന്നിയിരുന്നു. ഒന്ന് ശുചിത്വം. ശുചിത്വം എന്ന് പറയുന്നത് 2 തരങ്ങളിലാണ്. ഒന്ന് വ്യക്തി ശുചിത്വം, സമൂഹത്തിൻ്റെ ശുചിത്വം. ശുചിത്വം ഇൻ ഓൾ സെൻസ്,
എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹം ശുചിത്വമുള്ള സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം അത്ര മികവുറ്റ സമൂഹമായിരിക്കും. അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ വിശാലമായ അർത്ഥത്തിൽ ഗാന്ധി പറയുന്നു സ്വച്ഛ ഹി സേവ. അത് വ്യക്തി ശുചിത്വമായാലും ശരി, പിന്നെ സാമൂഹിക ശുചിത്വമായാലും ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗാന്ധിയുടെ 150-ാം വാർഷികം നരേന്ദ്രമോദി സർക്കാർ എത്ര വിപുലമായിട്ടാണ് കൊണ്ടാടിയത് നോക്കണം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചിത്വ ബോധ പ്രക്രിയ കൊണ്ടാടിയിട്ടില്ല ഓരോന്നുള്ള കൊണ്ടാടിയിട്ടില്ല. അതിനുള്ള ചങ്കൂറ്റം പോലും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടും അവർ ചെയ്തില്ല. അപ്പോൾ ഇത്തിരി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ക്ലീനിനെസ് അത് എങ്ങനെയൊക്കെ ഏതൊക്കെ തലങ്ങളിൽ എവിടെയൊക്കെ ആരൊക്കെ എല്ലാ അർത്ഥത്തിലും ഒരു വർഷം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു മിഷൻ ഇല്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു മിഷൻ ഉണ്ടാക്കിയെടുത്ത് സത്യത്തിൽ ഗാന്ധിയുടെ മഹത് വചനങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് വാസ്തവത്തിൽ. ഇല്ല, പോരാത്തതിന് നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി വിദേശത്ത് നിന്ന് പല നേതാക്കളും വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശ്രമം അടക്കം കൊണ്ട് സന്ദർശിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ട്രംപൊക്കെ വന്നപ്പോൾ അവിടെ പോയി നമ്മുടെ കാഴ്ച കണ്ടു. അതുപോലെ ലോകത്തിൻ്റെ ഇടയിൽ മഹാത്മാഗാന്ധി കുറച്ചുകൂടെ സ്വീകാര്യനാവുകയാണ് ചെയ്യുന്നത് ആ സമയത്തും. ഇത് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ വിഷയം മാത്രമല്ല, മഹാത്മാഗാന്ധി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, പട്ടേലിന്റെ കേസിൽ എന്താണ് നടന്നത്? അതെ, പട്ടേലിന് പ്രതിമ പണിതപ്പോഴേ പട്ടേൽ എന്ന് പറഞ്ഞ ആളിവിടെ ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ആ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്? പട്ടേൽ പ്രതിമ. ആരാണ് പട്ടേൽ? പട്ടേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇത്രയധികം എന്താ പറയുക പ്രൊവിൻസസിനെ ഇന്ത്യ എല്ലാം കൂടെ ഉരുക്കി ചേർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ പ്രോമിനന്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ച പട്ടേൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അത് മഹാത്മാഗാന്ധിയിലൂടെയാണ് അറിഞ്ഞത്. അതേപോലെ നരേന്ദ്രമോദി പറഞ്ഞതിൽ ഈ സിനിമയെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞതിൽ സാറിന്റെ അഭിപ്രായം എന്താ? ഈ സിനിമ ഇറങ്ങിയ ശേഷമാണ് അറിഞ്ഞത് എന്നുള്ള സംഭവം. സിനിമ അത് പറയുന്നതിന് അതിൻ്റെ ഈ വാക്കർത്ഥമുണ്ട്, പിന്നെ വാച്യാർത്ഥമുണ്ട്, ലക്ഷ്യാർത്ഥമുണ്ട്. ഇതിനകത്ത് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്തേ പറ്റും. അപ്പോൾ ഈ അറ്റൻപുരയുടെ പടം ഇടങ്ങി ഗാന്ധിയെ അറിയാമായിരുന്നു. അതിപ്പോൾ പിന്നെ നമുക്ക് തന്നെ ആ ഒരു കൊച്ചിൻ്റെ കുഞ്ഞിനെ പോലും പറഞ്ഞു പഠിപ്പിക്കേണ്ടായിരുന്നു, അറിയാൻ പറ്റും. പക്ഷെ അറിയാമായിരുന്നത് ആർക്കൊക്കെ എന്നൊരു ചോദ്യമുണ്ട്. ഇതാ മേൽത്തട്ടിലുള്ള ഒരുപാട് പേർക്ക്, പക്ഷേ ഒരു 100-100 അല്ലെങ്കിൽ 1000 ഒക്കെ തന്നെ ആയിക്കോട്ടെ, മേൽത്തട്ടിലുള്ള കുറച്ചധികം പേർക്ക് അറിയേണ്ട രീതിയിൽ താഴേക്കിടയിലെ ആൾക്കാരിലേക്ക് ഗാന്ധി എത്തപ്പെട്ടില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലാതെ എന്ത് തരത്തിലും ഇതിനെ വളച്ചൊടിക്കുക എന്ന് അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന, മറ്റൊന്നും ചെയ്യാനില്ലാത്ത കുറച്ച് പേർക്ക് ചിലപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരിക. വാസ്തവത്തിൽ അറ്റൻപുരയുടെ പടം ഇറങ്ങിയതിന് ശേഷം ഗാന്ധി എന്ന് പറയുന്ന ആൾക്കാർ കൂടുതൽ ആഴങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു വാസ്തവത്തിൽ. അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, അത് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് മഹാത്മാഗാന്ധിയുടെ സിനിമ ഇറങ്ങിയപ്പോൾ മഹാത്മാഗാന്ധി കൂടുതൽ സുപരിചിതനായി. കൂടുതൽ സുപരിചിതനായി. അപ്പൊ ഇതേ സംഭവം ഇവര്, അതായത് ഈ നരേന്ദ്രമോദി എതിർക്കുന്ന ആൾക്കാർ വേറൊരു കോണ്ടെക്സ്റ്റിൽ നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ രാമായണം സീരിയൽ 1980 ഇത് ഇറങ്ങിയ ശേഷമാണ് രാജ്യത്ത് രാമന് ഫാൻസ് കൂടിയതെന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ രാമായണം ഉണ്ടായിരുന്നല്ലോ. അതാണ് ഓരോ സമയത്ത് ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിലൂടെ നമ്മൾ പുറത്തുവിടുന്ന പല കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയാണ്. ഇപ്പം മഹാത്മാഗാന്ധി നടത്തിയ വീരഗാഥകളും സ്വാതന്ത്ര്യ സമരങ്ങളും എല്ലാം ഞാൻ എന്തായാലും നേരിട്ട് കണ്ടിട്ടില്ല. അത് നേരിട്ട് കാണുക, അതൊരു സിനിമയിലൂടെ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയാണ്. എൻ്റെ മനസ്സിലുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റേച്ചർ തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞോടെ റാം കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് പിന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയുടെ ആൾക്കാരുടെ പിന്നെ മനസ്സിലെ രാമൻ എന്ന് പറയുന്നത് ഈ തുളസി വിരിച്ചത് രാമചരിതമാനസത്തിലാണ്. ഈ തുളസിദാസിൻ്റെ രാമായണമാണ് വാസ്തവത്തിൽ അവർ പിന്നെ ഹൃദയത്തിലേറ്റിയത്. അപ്പോൾ ഈ രാമനെ നമ്മൾ കാണുന്നത് പറയുന്നത് പിന്നെ കൂട്ടുകാരനായി കാണാം, ഞാൻ ദാസനായി നിന്നുകൊണ്ട് കാണാം, ഇഷ്ടംപോലെ രാമായണങ്ങളുണ്ട്. അപ്പോൾ അതിൽ തുളസി പറഞ്ഞ രാമനെയാണ് വാസ്തവത്തിൽ ജനം ഹൃദയത്തിലേറ്റിയത്. ആ തുളസി രാമായണത്തിന് മുഖ്യ വിഷയമാക്കി എടുത്തുകൊണ്ടാണ് രാമായണം സീരിയൽ അതുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഓൾറെഡി ഉണ്ടായിരുന്ന ഈ രാമനോടുണ്ടായിരുന്ന ആൾക്കാരുടെ ആത്മീയത 10 മടങ്ങ് വർദ്ധിക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. പക്ഷേ സീരിയൽ എടുത്തില്ലായിരുന്നെങ്കിലും രാമന്റെ എഫക്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. ഇവിടെയും അത് തന്നെയാണ് സാഹചര്യം. ഗാന്ധിജി വാസ്തവത്തിൽ ഇവിടെ മോദി ഇൻഡയറക്റ്റ് ആയിട്ട് ചിലർക്കിട്ട് കുത്തു കൊടുത്തു. ആ കുത്തുകൊണ്ട് ആൾക്കാർ എളിപ്പരായി വാസ്തവത്തിൽ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനി അങ്ങനെ തന്നെ പൊക്കൂടായിരുന്നോ ഈ മനുഷ്യന് എന്നൊരു തോന്നലും കൂടിയുണ്ട്. ആ എളിപ്പരായ ആൾക്കാരുടെ വായിൽ നിന്നും വരുന്ന ഏതാണ്ട് ജൽപ്പനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ ഇദ്ദേഹം അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത ഗാന്ധിക്ക് വേണ്ടി ചെയ്ത ഒരാൾ, സ്വച്ഛ ഭാരത് മിഷൻ്റെ ആ ലോകം അങ്ങനെ എടുത്ത് അറിയാം. ആ ബ്രിഡ്ജിൽ ട്രൈ കളറൊക്കെ കൊടുത്ത് ആ
ഇതൊക്കെ ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്യാൻ കോൺഗ്രസ് സർക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, മഹാത്മാഗാന്ധിയുടെ ചർക്കയുടെ അടുത്ത് നരേന്ദ്രമോദിയിൽ നിന്ന് അത് കറക്കുന്നതാണ് ഇവർ ട്രോള് കാണിച്ചത്. അത് യഥാർത്ഥത്തിൽ ഇവരെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. എളിപ്പരായി നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കൾക്ക്, മറ്റൊന്നും പറയാനില്ലാത്ത നേതാക്കൾക്ക് ഇദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ എങ്ങനെ നമുക്ക് വളച്ചൊടിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന അനാവശ്യമായ ഒരു ഇതോ വിദേശത്ത് രാജ്യങ്ങളിൽ നിന്ന് പോലും മോദിയെ പിന്താങ്ങിക്കൊണ്ടുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അതൊക്കെ തന്ത്രപരമായി നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ രീതികളാണ്. പക്ഷേ ഒരു കാരണവശാലും അല്ല, ഇനി അങ്ങനെ സംഭവിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒന്ന് ഉടഞ്ഞു വീണ് പോകുന്ന ഒരു സംഭവമല്ല ഈ ഗാന്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും വിഡ്ഢിയാണെങ്കിൽ മാത്രമേ ഒരാൾ ഗാന്ധിയെ പറയാൻ നിൽക്കുള്ളൂ. പക്ഷേ എന്തായാലും ഗാന്ധിജിയുടെ പേര് വെച്ച് ഇന്ത്യൻ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയ കോൺഗ്രസ്സുകാരെക്കാട്ടിലും ഭേദമാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു തർക്കവും വേണ്ട.